എന്താ ദേവികെ? സിദ്ധു ഇപ്പൊ എവിടെയാ? ഞാൻ ഓഫീസിൽ. ഫ്രീ ആണോ? എന്തേ? ഞാനിപ്പോ ഹോസ്പിറ്റലിലാ. ശരത്തിന്റെ അമ്മയില്ലേ, ഒരു വണ്ടി ഇടിച്ചു. ഒരു കാറ്. സീരിയസ്. വേറെ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഇവിടം വരെ ഒന്ന് വരുമോ? ഏതാശുപത്രിയില്ല? മിഷൻ ഹോസ്പിറ്റൽ. ആ, ഞാൻ എത്തി. തനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. എത്താനുള്ള സമയം. ഞാൻ ദേ ഇറങ്ങി. ആ സിദ്ധു, ഒരു ഉപകാരം കൂടി ചെയ്യൂ. ഈ വിവരം ശരത്തിനെ വിളിച്ചൊന്ന് പറയൂ. എനിക്കവനെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ശരി, അത് ഞാൻ ചെയ്തോളാം. ഹലോ. ഹലോ, സിദ്ധുവാ. ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ശരത്തിന്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി. അയ്യോ. ഇപ്പോ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എപ്പോഴാ? ദേവികയെ വിളിച്ച് വിവരം പറഞ്ഞത്. ഞാനിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ശരത്ത് കൂടി വന്നാൽ നന്നായിരുന്നു. പിന്നെ വരാതിരിക്കൂ. എന്റെ അമ്മ ഞാൻ താഴ്ത്തി. ശരി. എന്തായി ചേച്ചി? എന്തായി പോയിട്ട്? പ്ലാൻ ചെയ്തൊന്നും നടന്നില്ല പ്രിയ. ഞങ്ങൾക്ക് വഴി വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിൽക്കുക. ഈശ്വര, എന്തേലും പറ്റിയോ? ഇല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പ്രഭാതി അമ്മ കുറച്ച് സീരിയസ് ആണെന്നാ ഡോക്ടർ പറയുന്നത്. രക്ഷപ്പെടാനുള്ള സാധ്യത ഭയങ്കര കുറവാ. ഏത് വണ്ടി ഇടിച്ചത്? ആ തിരക്കിൽ എനിക്കതൊന്നും നോക്കാൻ പറ്റിയില്ല പ്രിയ. ഇനിയിപ്പോ എന്ത് ചെയ്യും ചേച്ചി? എനിക്കറിയില്ല. ഇവരച്ഛനോടൊന്ന് പറഞ്ഞേക്ക്. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പ്രത്യേകം പറഞ്ഞേക്കണേ, അല്ലെങ്കിൽ അച്ഛൻ പേടിക്കും. ഏതോ കാരണവന്മാര് ചെയ്ത പുണ്യം. അല്ലായിരുന്നെങ്കിൽ പിന്നെ എന്നെ വണ്ടി ഇടിച്ചാന്. ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട വേണ്ട, വീട്ടില് അവർ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. നീ അവിടെ തന്നെ നിന്നാ മതി. സിദ്ധുവിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. സിദ്ധു ഇപ്പൊ വരും. ശരത്ത് അവനിപ്പോ ഇവരറിഞ്ഞു കാണും. അവനിതിപ്പോ എങ്ങനെ എടുക്കുന്നൊന്നും എനിക്കറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അമ്മയല്ലേ. അതിന്റെ ഒരു സങ്കടം മകനെന്ന നിലയ്ക്ക് കാണാതിരിക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അയാൾക്ക് അങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ടോ? അതറിയണമെങ്കിൽ അവനിവിടെ വരണം പ്രിയ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചോണം. ശരി ചേച്ചി. ഇന്നത്തെ കാലത്ത് ഒരാളെ സഹായിക്കാൻ പോരും. എന്തുറ്റി? ഇനി എന്ത് പറ്റാനാ? എന്റെ അമ്മ വളരെ സീരിയസ് ആയിട്ട് ആശുപത്രിയില്ല. ഒരു ആക്സിഡന്റ്. അമ്മയ്ക്ക് ചെറിയ മാനസിക പ്രശ്നമുള്ള ഒരാളായിരുന്നു.
ഇന്നലെ അത് വീണ്ടും പുറത്തു വന്നു. ആരും അറിയാതിരിക്കാൻ ഞാൻ മുറിയിൽ പൂട്ടിയിട്ടു. രാവിലെ ഡോക്ടറെ കാണാൻ കൊണ്ടുകൊണ്ടായിരുന്നു. അതിനിടയിലാണല്ലോ പ്രേമിച്ചെ മാറ്റേണ്ടി വന്നു. അമ്മ കിടക്കുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ട് ഞാൻ നേരെ പ്രേമിച്ച അടുത്തേക്ക് പോയി. ആ സമയം ദേവിക മുറി തുറന്ന് അമ്മ പുറത്തിറക്കി. ദേവിക്ക് പന്തികേട് തോന്നിക്കാണും. അതുകൊണ്ടാണല്ലോ അമ്മയെ കൊണ്ട് ദേവിക പുറത്തിറങ്ങിയത്. ആ സമയത്തായിരിക്കും ഞാൻ കണ്ടത് അല്ലേ? അതെ, അവര് മിക്കവാറും ഡോക്ടറെ കാണാൻ പോയതായിരിക്കും. അങ്ങനെ പോകുമ്പോഴാണല്ലോ ഏതോ കാറ് വന്ന് ഇടിച്ചത്. പാവം എൻ്റെ അമ്മ. എൻ്റെ അമ്മ ഞാൻ ആശുപത്രിക്ക് കൊണ്ടുവരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ചന്ദ്രനെ സഹായിക്കുന്ന പ്രശ്നമായത്. അങ്ങനെ പറയില്ലേ ശരത്തെ. എനിക്ക് ശരത്തല്ലാതെ വേറെ ആരാ ഉള്ളത്? എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മ സീരിയസ് ആയിട്ട് ഇപ്പൊ ആശുപത്രിയിൽ. എൻ്റെ അമ്മയ്ക്ക് അപകടം പറ്റി ആശുപത്രിയിൽ പോയി ഞാൻ അറിയുന്നത് സിദ്ധു വിളിച്ച് പറഞ്ഞപ്പോഴാണ്. നാണം കൊണ്ട് പിന്നെ തൊലി ഉരിഞ്ഞു പോയി. അവൻ പറഞ്ഞ എൻ്റെ അമ്മയുടെ അവസ്ഥ അറിയേണ്ട ഗതികേടിലേക്ക് ഞാൻ എത്തിയെന്ന് ഓർത്തപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. സാരമില്ല, എല്ലാം ശരിയാവും ശരത്തെ. അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. എനിക്ക് തോന്നുന്നില്ല. എന്തോ വലിയൊരു അപകടം എൻ്റെ അമ്മയ്ക്ക് വരാൻ പോകുന്നുണ്ട്. അങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നു. അമ്മ എനിക്ക് നഷ്ടപ്പെടാൻ പോവും ചന്ദ്ര. ഞാൻ ഒറ്റയ്ക്കാവുമ്പോ. അങ്ങനൊന്നും വിചാരിക്കണ്ട. നമുക്കിപ്പൊ തന്നെ ആശുപത്രിയിലേക്ക് പോവാം. വാ, ഞാനും വരാം. ആ ശരത്തെ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അത്രയ്ക്ക് കുരുത്തം കെട്ടവളാ ദേവിക. അവളുടെ കൂടെ ആരൊക്കെ കൂടിയോ അവർക്കൊക്കെ ഇതാ ഗതി. എൻ്റെ അമ്മ അപകടമാണ് നടന്നത്. ഒരു വണ്ടി വന്നിടിച്ചു. അപകടം ആർക്കും ഏത് സമയത്തും ഉണ്ടായിക്കൂടെ? അപകടം ആർക്കും ഉണ്ടാവാം. അതെപ്പോഴാ സാധാരണ സംഭവിക്കാറ്? നമുക്കൊക്കെ കഷ്ടകാലം വരുമ്പോഴല്ലേ